IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് ഹൃദയാഘാതവും സ്ട്രോക്കും കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട്. ചെറുപ്പക്കാരിലും അത് കൂടുതലായിട്ട് ഉണ്ടാകുന്നു. പലപ്പോഴും മരണവും സംഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഡയബറ്റിസ് തുടങ്ങിയ രോഗങ്ങൾ IT മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്? അതിൻ്റെ കാരണങ്ങൾ എന്താണ്? അതിൻ്റെ പ്രതിവിധി എന്താണ്? എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി എല്ലാവരും അറിഞ്ഞിരിക്കണം. ഈ IT മേഖലയിൽ പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനം ഈ IT മേഖലയിലുള്ളവർക്ക് മാനസിക സമ്മർദ്ദം കൂടുതലാണ് എന്നുള്ളതാണ്. സ്ട്രെസ് വളരെ പ്രധാനപ്പെട്ട ഒരു റിസ്ക് ഫാക്ടറാണ് ഹൃദയാഘാതവും അതുപോലെ തന്നെ സ്ട്രോക്കും ഉണ്ടാകുന്നതിന്. അപ്പോൾ അവർ പുകവലിക്കുന്നില്ല, അല്ലെ മറ്റ് അപകടഘടകങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഈ സ്ട്രെസ് കൂടുതലായിട്ടുണ്ടാകുന്നത് ഏറ്റവും വലിയ ഒരു റിസ്ക് ഫാക്ടറായിട്ടാണ് കാർഡിയോളജിസ്റ്റുകൾ ഇന്ന് കാണുന്നത്. അവർക്ക് ജോലി സംബന്ധമായ ഒത്തിരി പിരിമുറുക്കമുണ്ട്, ഒത്തിരി ടെൻഷനുണ്ട്. അവർക്ക് രാത്രിയിലും ചിലപ്പോൾ ജോലി അധികമായിട്ട് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ അവരുടെ ജോലി ചെയ്തു തീർക്കാൻ വേണ്ടി അവർക്ക് കൂടുതലായിട്ട് ടെൻഷനുണ്ട്. ഇവയൊക്കെ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൺ പോലെയുള്ള പല ഹോർമോണുകളും ഉണ്ടാകുന്നു. ആ ഹോർമോണുകളുടെ പ്രവർത്തനം കൊണ്ടാണ് പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് അല്ലെ സ്ട്രോക്ക് ഉണ്ടാകുവാനുള്ള കാരണമാകുന്നത്. പിന്നെ ഈ അധിക ജോലി അല്ലെങ്കിൽ ടെൻഷൻ കൂടാതെ തന്നെ മറ്റു പല പ്രശ്നങ്ങളുമുണ്ട്. അവർ കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരേ ഇരിപ്പ് ഏതാണ്ട് അവർ ചിലപ്പോൾ 5-8 മണിക്കൂർ ഒരേ ഇരിപ്പിരിക്കുന്നു. 10 മുതൽ 14 മണിക്കൂർ വരെ സമയം ജോലി ചെയ്യുന്നു. അതായത് കൂടുതൽ സമയം ജോലി ചെയ്യുന്നു. ഇരിപ്പ് ഇരിക്കുന്നത് 40 മിനിറ്റിൽ കൂടുതൽ ഒരേ ഇരിപ്പ് ഒരേ പൊസിഷനിൽ ഇരിക്കരുത് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷന് അത് കുറവ് വരുന്നു. അങ്ങനെയുള്ളവർക്കാണ് ഈ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് ഒക്കെ വരാനുള്ള കാരണം. അപ്പോൾ പല കമ്പനിക്കാരുടെ മേധാവികളും ഇത് അറിഞ്ഞ് മനസ്സിലാക്കി പലപ്പോഴും അവർക്ക് നിന്ന് ജോലി ചെയ്യാൻ, ഇടയ്ക്ക് കുറച്ച് സമയം നിന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 40 മിനിറ്റ് കൂടുമ്പോൾ ഒരു ചെറിയ ബ്രേക്ക്, അല്ലെ ചെറിയ ഒരു നടത്തം, അല്ലെ ചെറിയ ഒരു മൂവ്മെന്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകണം. അത് ഇല്ലാതിരിക്കുന്നതാണ് ഈ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം. പിന്നെ ആഹാരത്തിൽ ഒത്തിരിയധികം മാറ്റങ്ങൾ ഇന്ന് വന്നു കഴിഞ്ഞു. ഇങ്ങനെയുള്ളവരൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. കാരണം അവർക്ക് ജോലിക്ക് പോകാനുള്ള ധൃതി കൊണ്ട് പലപ്പോഴും കഴിക്കുന്നില്ല. ഉച്ചയ്ക്ക് അവർ ചിലപ്പോൾ വളരെ ലൈറ്റായിട്ടേ കഴിക്കുള്ളൂ. അപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും കഴിക്കാത്തതിന് പകരം വൈകിട്ടത്തെ ആഹാരം അവർ വളരെ ഹെവി ആയിട്ട് കഴിക്കുന്നു. അത് വളരെ ആരോഗ്യപരമായി വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. വൈകിട്ടത്തെ ആഹാരം എപ്പോഴും തീരെ ലൈറ്റായിട്ടേ കഴിക്കാവുള്ളൂ. അത് വൈകിട്ട് നമ്മൾ ഒരു 7-8 മണിക്ക് മുമ്പ് കഴിക്കണം എന്നാണ് പോഷക വിദഗ്ധർ പറയുന്നത്.